ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ കറങ്ങാൻ വന്നേക്കാണ്. അപ്പം ഞങ്ങൾ ശരിക്കും ബീച്ച് കറങ്ങാൻ വന്നതൊന്നുമല്ല. ഞങ്ങളുടെ ഒരു കസിൻ്റെ പെരവാസ്തൂലിക്ക് പോയതാണ്, കയർത്താമസത്തിന്. ഇവാച്ചനുണ്ട് ഇവിടെ കേട്ടോ, കയർത്താമസത്തിന് വന്നതാണ്. അപ്പം ഞങ്ങളുടെ കുറച്ച് കസിൻസൊക്കെ ആയിട്ട് ഇവിടെ വന്നതാണ്. ആലപ്പുഴ ആ സൈഡിലാണ് വന്നത്. അവിടെ ഒരു തോട്ടപ്പള്ളി, അവിടെയാണ് ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൻ്റെ അതേ സൈഡിൽ കൂടെ ഒക്കെ ആയപ്പം ബീച്ചിലോട്ടങ്ങ് കയറിയെന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു, അവർ നേരത്തെ പോയി. അപ്പം ഞങ്ങൾ ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ടത്തിൽ കളിക്കാനായിട്ടാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെള്ളച്ചാട്ടമല്ല ബീച്ചിലൊക്കെ ഇറങ്ങി കളിച്ചിട്ട് ഞങ്ങൾ നേരെ തന്നെ നമ്മുടെ ഈ ഫ്ലവർ ഷോ, അങ്ങനെ ഈ വാട്ടർഫോളൊക്കെ കാണാനായിട്ട് പോയി. അങ്ങനെ ഞാനും ഇവാച്ചനും അൽമാച്ചനും എൻ്റെ ആൻറ്റി അങ്കിൾ, അങ്ങനെ വല്യമ്മ വിളിച്ചനും, അവരെല്ലാവരും കൂടെ ഞങ്ങളെല്ലാം കൂടെ നേരെ അങ്ങനെ അവിടെ വാട്ടർഫോൾ കാണാൻ, ബീച്ചിലൊക്കെ കുറച്ച് നേരം കളിച്ചിട്ട് അങ്ങനെ വാട്ടർഫോൾ കാണാൻ ഇറങ്ങി ടിക്കറ്റ് എടുക്കണം. കണ്ടോ, എൻ്റെ കുറേ പട്ടിഷയാണോ അവിടെ കിടന്ന്. ഇവാച്ച, എടാ നീ എന്തേലും പറ, ഇവാച്ചൻ്റെ അടുത്തുണ്ട്. ഹായ് പറ. ഹായ്. എന്നാ ഉണ്ട് വിശേഷമാണോ നോക്കി? അപ്പം ഞങ്ങളിവിടെ ടിക്കറ്റ് എടുക്കാൻ നോക്കി നിൽക്കുകയാണ്. ഫുള്ളി പ്ലാൻ ഇട്ടൊന്നും അല്ല വന്നത്, ഇതിനകത്ത് കയറണം. ഫ്ലവർ ഷോ ആണ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. വാട്ടർഫോൾ ഇറങ്ങി കളിക്കാനായിട്ട് ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അവിടെ ഡ്രസ്സ് മാരെ സ്ഥലമൊക്കെ ഉണ്ട്, ഒന്നും എടുക്കാതാണ് വന്നത് ഞങ്ങൾ ആരും. അപ്പം ഞങ്ങളവിടെ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്യുവാണ്. ഇവാച്ച, എന്തേലും പറ. വെള്ളച്ചാട്ടം കണ്ടെന്ന് പറ, ഫ്ലവേഴ്സ് കണ്ടെന്ന് പറ. അവനിങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്താലേ പറയത്തുള്ളൂ. അല്ല, അങ്ങനെയല്ല, അവൻ പറയുകയൊക്കെ ചെയ്യും. എന്നാലിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പറയിപ്പിച്ചാലും അവൻ അങ്ങനെ ഉണ്ടെന്ന് പറയത്തുള്ളൂ. അല്ലാത്തപ്പോൾ ഒക്കെ പറയുകയൊക്കെ ചെയ്യും. ഞാനിത് എടുക്കുന്നതിന് മുന്നേ അവനോട് കിടന്ന് ഹലോ ഗൈസ് ഒക്കെ പറയാണ്. കണ്ട ഗൈസ്, നമ്മുടെ ഈ വാച്ചൻ അവിടെ നിൽക്കുന്നത്. ഈ വാച്ചൻ നിൽക്കുന്നു ഉണ്ട്, നമ്മുടെ അൽമാച്ചനുണ്ട്, എൻ്റെ ആൻറ്റി ഉണ്ട്, എല്ലാവരും ഉണ്ട് ഗൈസ്. ഞങ്ങൾ നനഞ്ഞു നാറിയാണ് വണ്ടിയിൽ കയറിയത്. അപ്പം ഗൈസ്, നമ്മളത്തെ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തപ്പോൾ സന്ധ്യയായി. നമ്മളപ്പോഴത്തെ വെള്ളച്ചാട്ടത്തിൽ കയറി. അപ്പോൾ എൻ്റെ കുറച്ച് പട്ടിഷോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറി. നല്ല രസമായിരുന്നു, ഭയങ്കര കുഴപ്പമില്ല, നല്ലൊരു വൈബായിരുന്നു. നല്ല DJ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ആ പാട്ടൊക്കെ കേൾപ്പിച്ചാൽ ഭയങ്കര രസമുള്ള അടിപൊളി പാട്ടൊക്കെ അടിപൊളിയല്ലായിരുന്നോ? നല്ല DJ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം എനിക്ക് ആ വീഡിയോ പുറത്ത് കാണിച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ട് വൺ വിഷയവും. അപ്പം അതേ വാട്ടർഫോൾസ് അല്ല അടിപൊളി. ഈ വാച്ച അടങ്ങിയില്ലേ ഗൈസ്. ഞാനാണെങ്കിൽ ഞാനിപ്പോൾ വീട്ടിലിരുന്ന് വോയിസ് ഓവർ എടുക്കുന്നതാണ്. അപ്പം അതിൻ്റേതായ പ്രശ്നമുണ്ട്. ഈ ചെറുക്കനെ ഇവിടെ കലക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. എനിക്കിപ്പോൾ അല്ലാതിനകത്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഭയങ്കര സൗണ്ടൊക്കെയാണ്, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് കുറേ പട്ടി ഷോ കാണിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങിയില്ല, ഞങ്ങൾ ഫ്ലവർ ഷോ കഴിഞ്ഞാണ് ഇറങ്ങിയത്. അപ്പം ഞാൻ അവിടെ എന്തൊക്കെ കാണിച്ച് കൂട്ടും. വൈവാച്ച ചേച്ചി എന്തൊക്കെ കാണിച്ച് കൂട്ടാന്ന് പറ. എന്നൊക്കെയാണ് ഞാൻ കുറേ പട്ടി ഷോ കാണിക്കുകയാണ്. ഇവാച്ചൻ അവിടെ കാണി നിൽപ്പുണ്ട്. ഞാനും അൽമാച്ചൻ, എൻ്റെ ആൻറ്റി, ഞങ്ങളെല്ലാം ഭയങ്കര വൈബാണ്. ഇവാച്ചൻ ആ വെള്ളത്തിൽ ഇറങ്ങുന്ന വെച്ചാൽ പേടിച്ചു പോയി ഗൈസ്. ഞാൻ അവിടെ നിന്ന് എന്തോ കോപ്രയൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. എനിക്കൊന്നും രമിച്ചില്ല. നമ്മുടെ ഇവാച്ചനാണ് ഗൈസ് ആ നിൽക്കണത്. അങ്ങനെ നേരെ ഞങ്ങൾ നടന്നപ്പോഴത്തെ അവിടെ ഒരു നല്ലൊരു ആംബിയൻസ് ആയിട്ടുള്ള നമ്മുടെ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം, അടിപൊളിയാണ് അവിടെ കാണാനായിട്ട്. അവിടെ റെസ്റ്റ് ചെയ്തിരിക്കാം, എല്ലാം ഉണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ ഓരോരോ കോട്ട് വെച്ചെത്തുമ്പം, അതായത് ഓരോരോ സ്ഥലം നിർത്തുമ്പോൾ അവിടെ ഇങ്ങനെ ഐസ്ക്രീം, പോപ്കോൺ, അവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൈബ്, നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഡിസൈനിലാണ് അവിടെ പോയേക്കണത്. അവിടെ ജനൽ, ഡോറ്, നല്ല ആംബിയൻസാണ് അവിടെ, രസമാണ്, നല്ല വ്യൂ ആയിരുന്നു. ഇവിടെയല്ല, പൂന്തോട്ടത്തിൻ്റെ അവിടെയൊക്കെ നല്ല വ്യൂ ആയിരുന്നു ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഇവാച്ചൻ അവിടെ ഇവാച്ച ഒക്കത്ത് കയറിയിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഗൈസ് നമ്മൾ ഫ്ലവർ ഷോയുടെ അവിടെ എത്തണത്. അല്ല ഇവാച്ച, ഇങ്ങോട്ട് വാ. ഫ്ലവർ ഷോ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് അവിടെ വെച്ചിരിക്കണത്. അപ്പം നടക്കുവാണ് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്, എന്നാലേ അവിടെ എത്തത്തുള്ളൂ ഗൈസ്. ഞാനീ പറയുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുവാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ അതിനകത്ത്. നമ്മുടെ ഈ വാസം അവിടെ കിടന്ന് വാരി വലിക്കുകയാണ്, പായൊക്കെ എടുത്തോണ്ട് എന്തോ കാണിക്കുകയാണ്.
അപ്പോൾ പറഞ്ഞു വന്ന് നമ്മൾ അതെന്തുവാ ആ നടക്കുന്നത് തീരാറായി. നമ്മളിത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉള്ളൊരു ആർക്ക് പോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അവിടെ വെച്ചേക്കുന്നുണ്ടോ. നല്ല രസമാണ്. ഒറിജിനൽ ഫ്ലവേഴ്സ് കണക്ക് തോന്നും, പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. കൊണ്ട് അടിപൊളിയാണ്. നേരിട്ടുള്ള സെറ്റാണ്. വീഡിയോ കാണുന്നതിനേക്കാളും രസമാണ്, ഭയങ്കര രസമാണ്. കണ്ടോ, പല പല ഡിസൈനിൽ അവരിങ്ങനെ എന്താ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ, എടാ ഇങ്ങോട്ട് വാടാ, ബട്ടർഫ്ലൈ, എലിഫൻറ്റ്, അങ്ങനെ കുറേ ആയിട്ട് കണ്ടോ പല കളർ. നല്ല രസമാണ്. കുറച്ചങ്ങോട്ട് നടക്കണം. കണ്ടോ ബട്ടർഫ്ലൈ ഒക്കെ കാണാം അതിൻ്റെ സൈഡിൽ കൂടെ. അതിൻ്റെ സൈഡിൽ ഈ ചെടിച്ചട്ടിയിൽ കണ്ടോ ആർട്ടിഫിഷ്യൽ ലീഫാണ് അവിടെ വെച്ചേക്കണത്. കണ്ടോ നല്ല രസമാണ്. അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നതാ ആന, എന്നതാ കുരുവി, അങ്ങനെ എന്തൊക്കെയോ നല്ല ആംബിയൻസ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. അടിപൊളിയാണ്. അവിടെ പല പല ലൈറ്റാണ് ആർക്കിൻ്റെ അകത്ത് വെച്ചേക്കണം. അതിങ്ങനെയാണ് മിന്നിത്തിളങ്ങി കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. അപ്പത്തേക്ക് ഞങ്ങൾ അങ്ങനെ നടക്കുവാണ് ഗൈസ്. നല്ല രസമാണ് ഗൈസ്. ഈ ബാസിനുള്ള കടന്ന് കയറുന്നതാണ്. എഞ്ചോടെ 1 മിനിറ്റ്. അങ്ങനെ കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു കണിക്കൊന്ന കൊണ്ടൊരു ഇതുണ്ട്. കണിക്കൊന്ന ഇങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ, കണിക്കൊന്നയാണെന്ന് തോന്നുന്നു, ആർട്ടിഫിഷ്യൽ കണിക്കൊന്ന. അതിൻ്റെ ഇടയ്ക്ക് പല പല ലൈറ്റുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ മിന്നി തിളങ്ങി കത്തും. കാണിച്ചു തരാവേ. അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, കുറച്ചധികം നടക്കണം. അപ്പം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇത് കണ്ടോ അവിടുന്ന് സൈഡ് ചാടി ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ ആർക്ക് കണക്ക് വെച്ചേക്കുന്നതിൻ്റെ സൈഡിലോട്ടുള്ള ഭാഗം ചാടി അവിടെ നിന്ന് ഇങ്ങനെ വരാനൊക്കെ പറ്റും. അവിടെ നേരെ നടക്കുമ്പോഴാണ് നമ്മുടെ ഈ കണിക്കൊന്നയൊക്കെ കണ്ടോ നല്ല രസമാണ്. ശരിക്കും ഇത് മഞ്ഞ കളറാണ് ഗൈസ്. അതിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് പല കളറിലെ. അതിങ്ങനെ കത്തുമ്പം പല പല പച്ച, മഞ്ഞ, നീല, ചുമപ്പ്, അങ്ങനെ കുറേ കളറ് ഇങ്ങനെ വരുന്നതാണ്. നല്ല രസമാണ്. ഒരു പ്രത്യേക ഒരു വൈബ്. ശരിക്കും ഇത് മഞ്ഞ കളറാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നും കുറേ അങ്ങോട്ട് നടക്കണം. നല്ല രസമാണ്. അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ എടുത്തു. അവിടെ നിന്ന് അത് കഴിഞ്ഞ് വരുമ്പം നമ്മൾ ലവ് ആയിട്ടുള്ള ആർക്കുകൾ ഷേപ്പിലോട്ടുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിലോട്ടാണ് വരുന്നത്. ലവ് ഷേപ്പിൽ ആർക്ക് ഇങ്ങനെ വെച്ചേക്കുക. ലവ് ഷേപ്പിൽ ആർക്ക് വെച്ചേക്കുവാണ്. ലവ് ഷേപ്പിൽ ആർക്ക് വെച്ചേക്കാണ്. അതിൻ്റെ സൈഡിലാണ് ഞാനീ പറഞ്ഞ ബട്ടർഫ്ലൈ, എലിഫൻറ്റ്, അങ്ങനെയുള്ളതൊക്കെ വെച്ചേക്കണത്. അവിടുന്ന് നേരെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വീണ്ടും കണിക്കൊന്ന തോട്ടത്തിലോട്ട് തന്നെയാണ് വരുന്നത്. ആ ആർക്ക് വെച്ചേക്കുന്നതിനകത്ത് ഞാൻ പറയട്ടെ, ആർക്കല്ല, ലവിൻ്റെ ആർക്ക് വെച്ചേക്കുന്നത് വഴി വരും. അവിടുന്ന് നേരെ കണിക്കുന്ന തോട്ടത്തിൽ വരും. കണിക്കൊന്ന തോട്ടത്തിന് നേരെ നമ്മൾ ലവ് ഷേപ്പിലുള്ള ആർക്കിലോട്ട് വരും. അങ്ങനെ നേരെ നടക്കുന്ന നടപ്പാത തീർന്നു. അതായത് ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള നടപ്പാത തീർന്നു. പിന്നെ അങ്ങോട്ട് ഈ ആന, എലിഫൻ്റ് അങ്ങോട്ടൊക്കെയാണ്. ഞങ്ങളപ്പം 2026 കണ്ടപ്പം അതിൻ്റെ മൂട്ടിൽ പോയി ഞാൻ പട്ടിഷ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോട്ടോ എടുക്കാനാണ്. ആ ഫോട്ടോ എടുത്ത് വീഡിയോയും വന്നു കണ്ടോ. ഞാൻ അങ്ങനെ ലവ് ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 2026 മുന്നിൽ പോയി ഫോട്ടോ എടുത്ത്. അപ്പം നമ്മുടെ ഇവാച്ചൻ വേണ്ട ആനയുടെ ഇവാച്ചനും അൽമാച്ചനും ആനയുടെ അവിടെ പോയി ഫോട്ടോ എടുക്കാനാണ്. രണ്ടും കൂടെ ആനയുടെ 2 കാലിലും പോയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഇത് മയിലാണോ കുരുവിയാണോ ആ സാധനത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. ഞാൻ ഫോട്ടോസൊക്കെ ഞാൻ തുമ്പനയിലോ അതിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിലെ തമ്പനയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തമ്പനയിലാണെന്ന് തോന്നുന്നു, എനിക്ക് അതിൻ്റെ കറക്റ്റ് പേരൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവാച്ചനും അൽമാച്ചനും കണ്ടോ നല്ല ക്യൂട്ടായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇവാച്ചൻ അതിൻ്റെ ഇടയ്ക്ക് ഇനി ഓടിവാ, കൊമ്പൊക്കെ ആനയുടെ കൊമ്പിലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. ഓടിവാ ഇങ്ങോട്ട്. ആനയുടെ കൊമ്പിൽ പിടിച്ചെന്ന് പറ. ഞാൻ പറ ധാരാ ഗായ്സ് എന്നെ വീട്ടിൽ വിളിക്കുന്ന ഒരു കുഞ്ഞാറ്റെന്നാണ്. എല്ലാവരും എന്നെ കുഞ്ഞാറ്റെന്നാണ് വിളിക്കണം. സ്കൂളിലൊക്കെ അമ്മയാന്ന് തന്നെയാണ് വിളിക്കണം. അറിയാം പേരൊക്കെ, പക്ഷെ അങ്ങനെ വിളിക്കത്തില്ല. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നമ്മുടെ വാട്ടർഫോൾസ് കുളിക്കാൻ ഇറങ്ങി അതിനടിയിൽ. അപ്പോൾ അടിപൊളിയാണ്. നമ്മുടെ ഇവാച്ചൻ പേടിച്ച് പോയി ഗായ്സ്. ഇവാച്ച ഞാൻ
ഞാനും അൽമാച്ചനും എൻ്റെ ആൻറ്റിയൊക്കെ അവിടെ കൊണ്ട് തകർത്ത്. ഞാൻ പേടിച്ചു പോയെന്ന് പറ. എവിടെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പറ. ആ അവൻ കളിക്കാൻ പോയി. അപ്പം ഞാൻ അതിൻ്റെ മുടക്കി നിന്ന് ഓരോരോ കാര്യം കളിക്കുകയാണ്. ഈ വാച്ചൻ ആ സമയത്ത് ഇപ്പം അവിടെ നിൽപ്പുണ്ട്. ഈ വാച്ചൻ അത് കഴിഞ്ഞിട്ട് അവൻ പേടിച്ച് പോയി അല്ലേ? ആ ഓടി വാ ഇങ്ങോട്ട്. അത് ഞാൻ പേടിച്ചു പോയെന്ന് പറ. ആ ലൈറ്റ് പേടിയാണ്. ഭയങ്കര DJ ഒക്കെയാണ്. പിന്നെ ഞാൻ അവിടെ ഇരുന്നു, അതിൻ്റെ കീഴെ പോയി നിരങ്ങി അവിടെ ഇങ്ങനെ തെന്നി. ഒരു ബൊണ്ണത്തിയുടെയും ചെറുക്കൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നെ പിടിച്ചു, എൻ്റെ കയ്യെ പിടിച്ച് തള്ളി ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൈ ഒടിഞ്ഞു പോയെന്ന്. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പിന്നെ ചെറുക്കനെ അവിടെ സ്പേസ് ചെയ്യാൻ ചെറുക്കന് കൊടുത്തു. കാരണം എൻ്റെ തൊട്ടപ്പുറത്ത് അവൻ അവിടെ ഞാൻ പറഞ്ഞു തെന്നാൻ അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ടെന്ന്. അവിടെ വന്നിട്ട് ചേച്ചി ഒന്ന് മാറാൻ പറഞ്ഞു. ഞാനത് കേട്ടില്ല. ഞാൻ വൈബല്ലേ, അതായത് വൈബിനോട് ഡാൻസ് കളിക്കായിരുന്നു അവിടെ കിടന്ന്. അപ്പം ഞാനത് കേട്ടില്ല. പിന്നെ ആ ചെറുക്കൻ്റെ കൈ കിട്ടൊരു തള്ളു. പിന്നെ ഞാൻ അവൻ്റെ വേണ്ടി സ്ഥലം അവന് അങ്ങ് കൊടുത്തു. ഞാൻ അവിടുന്ന് മാറിക്കൊടുത്തു. അത്രേ ഉള്ളൂ. അപ്പോൾ ഗായ്സ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ബൈ ഗായ്സ് എന്ന് പറയാം.